ഈശോയ്ക്കും തിരുക്കുമാരനുക്കും ആയിരായിരം ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ കയ്യിലെയും കാലിലെയും ഫസ്റ്റ് എൻ്റെ കാലിലെയാണ് അലർജി വന്നെന്ന് പറഞ്ഞാൽ കറുത്ത പാടുകളാണ് ആദ്യം വന്നത്. ആ കറുത്ത പാടുകൾ വന്ന് കാലിലെ മൊത്തവുമായിട്ട് എനിക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ഈ പയ്യനോട് ഞാൻ പറഞ്ഞു നമുക്ക് കൃപാസനത്തേക്ക് പോകാം, എന്നാലേ ഇത് മാറുകയുള്ളൂ എന്ന്. അപ്പോൾ ഇവർക്ക് വരാൻ അത്ര താല്പര്യം ഇല്ല. അങ്ങനെ വന്ന് എനിക്ക് ഭയങ്കരമായിട്ട് കൂടി ദേഹത്തായി. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത ഒരു ആയുർവേദ ക്ലിനിക്കിൽ പോയി. ഇവർ തന്നെ എന്നെ കൊണ്ടുപോയി. എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല, ഇവരാണ് എന്നെ പിടിക്കുന്നത്. പിടിച്ച് എന്നെ കൊണ്ടുപോയി ക്ലിനിക്കിൽ കൊണ്ടുപോയി. ഫസ്റ്റ് ക്ലിനിക്കിലുള്ള ഡോക്ടർ ഒരു 10 ദിവസത്തെ മരുന്ന് തന്ന് ആ മരുന്നിൽ എനിക്ക് ഒട്ടും മാറിയില്ല. തിരിച്ച് ഞങ്ങൾ വീണ്ടും വീട്ടിൽ വരുന്ന ആൾക്കാർ പറയും ഇത് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ഇത് മാറില്ല, ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് കൂടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയും. പിന്നെ ഞങ്ങൾ എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിലേക്ക് വന്ന് അവിടെ നിന്നും ഡോക്ടർ മരുന്ന് തന്ന് 10 ദിവസത്തേക്ക്. ഡോക്ടർ തന്നെ വല്ലാതെ പേടിച്ചു അത് കണ്ടിട്ട്. ആ ഡോക്ടറും കുറേ മരുന്ന് തന്ന് ഞാൻ മരുന്ന് കഴിച്ച് ആ മരുന്നിലേ എനിക്ക് മാറിയില്ല. വീണ്ടും ഞാൻ വേറെ ഒരാൾ പറഞ്ഞു വേറെ ഒരു ഡോക്ടറെ കണ്ട്, അതും എറണാകുളത്ത് തന്നെയാണ്, വലിയ ഡോക്ടറെ കണ്ട്, അതിലേ എനിക്ക് ലാസ്റ്റ് മാറിയില്ല. അപ്പോൾ വീണ്ടും ഞാൻ രാത്രി ഒരു ദിവസം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇവർ എനിക്ക് ചൂടുവെള്ളമൊക്കെ കൊണ്ടുതരും, കാലിലേക്ക് എല്ലാം ചെയ്ത് വീണ്ടും ഞാൻ കട്ടിലിങ്ങനെ കിടന്നപ്പം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി എൻ്റെ മനസ്സിൽ പള്ളിയിൽ തന്നെ വരണം, എന്നാലേ ഇത് എനിക്ക് മാറുകയുള്ളൂ എന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും എൻ്റെ മോനും ഈ പയ്യനും കൂടി ഹോളിലിരുന്ന് ഞാൻ വിളിച്ചു, എന്നെ ഇപ്പം തന്നെ നിങ്ങൾ പള്ളിയിൽ കൊണ്ടുപോയാലേ ഇത് മാറുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഒട്ടും ഇത് മാറില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുവരെ തലേന്ന് വരെ പോകാൻ പറ്റില്ല, ഞാൻ കൊണ്ടുപോയില്ല. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ കൊണ്ട് വാതുക്കെ വിട്ടാൽ മതി, നിങ്ങളകത്ത് കയറണ്ട, ഞാൻ കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം, എനിക്ക് പോയി തന്നെ ആകണമെന്ന് പറഞ്ഞാൽ ഇവർ പറയും വേണ്ട പോകണ്ട. ലാസ്റ്റ് ഇവരോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് തന്നെ നാളെ രാവിലെ നമുക്ക് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പെട്ടെന്ന് ഉടനെ തന്നെ മറുപടി പറയാതെ അതിനെന്താണ് ചേച്ചി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നാളെ പോകാൻ നമുക്ക് പൈസ ഇല്ലല്ലോ, എന്ത് ചെയ്യുമെന്ന്. 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിലേ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പൈസയ്ക്ക് പേടിക്കണ്ട, അമ്മ മാതാവിൻ്റെ അടുത്ത് നമ്മൾ നാളെ പോകുന്നതല്ലേ, രാത്രി ആരെങ്കിലും നമുക്ക് പൈസ തരും, നമ്മൾ രാവിലെ 8 മണിക്ക് ഇവിടെ നിന്ന് പോയിരിക്കണം, അമൃതയിൽ നിന്ന് ബസ്സുണ്ട്, ബസ്സിൽ കയറി നമുക്ക് പോകാം, എന്നെ നിങ്ങൾ പിടിച്ചാൽ മതി, ഞാൻ പതിയെ നടന്ന് വന്നോളാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ പിടിച്ചു. രാത്രി 10 മണിയാകുമ്പം ഞങ്ങൾ കാറ്ററിങ്ങും ഹോം നേഴ്സും നടത്തുന്നവരായിരുന്നു. അപ്പോൾ രാത്രി തന്നെ ഒരു കൊച്ച് ഞങ്ങൾക്ക് 2500 രൂപ തരാനുള്ള പൈസ ഇട്ട് തന്നു. ഞങ്ങൾ വിളിച്ച് ചോദിച്ചില്ല, പക്ഷെ അതിനു മുമ്പ് തന്നെ ആ കൊച്ച് ഞങ്ങൾക്ക് ആ പൈസ ഇട്ട് തന്നു. അപ്പോൾ ഇവർ വന്ന് പറഞ്ഞ് പൈസ കിട്ടിയിട്ടുണ്ട് ആ കൊച്ച്, നമുക്കെന്നാൽ ആ പൈസയും വെച്ചിട്ട് നമുക്ക് പോകാമെന്ന്. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ 8 മണിക്ക് ഇവിടെ വന്നു. പള്ളിയിൽ കയറി ഇവർ തന്നെ എന്നെ പിടിക്കും. അപ്പോൾ പുറത്ത് നിന്ന ആൾക്കാരൊക്കെ എൻ്റെ കാല് കണ്ടിട്ട് എല്ലാവരും പറയുമായിരുന്നു അയ്യോ ഇതിന് എന്നാ പറ്റിയെന്ന്. ഞാൻ പറഞ്ഞു ഈ കാലും മത്തമില്ല, എനിക്ക് ദേഹത്തും ഉണ്ട്, എനിക്ക് അന്നേരം സാരിയൊന്നും ഉടുക്കാൻ പറ്റില്ല, ഞാൻ ചുരിദാർ മാത്രമേ ഇട്ടുകൊണ്ട് വരുന്നതാണ്. ഞാൻ പള്ളിയിൽ പോകുമ്പം ഏത് പോയാലും ഞാൻ സാരിയേ ഉടുക്കുള്ളൂ, ചുരിദാർ ഇടില്ല. പക്ഷേ ആ ദിവസങ്ങളിൽ എനിക്ക് സാരി ഉടുക്കാൻ പോലും എനിക്ക് പറ്റില്ലായിരുന്നു. അതേപോലെ എൻ്റെ കാല് ദേഹത്ത് മൊത്തം, എനിക്ക് മുഖത്ത് മാത്രമില്ല. എൻ്റെ വീട്ടിൽ വരുന്നവരെല്ലാവരും എന്നെ കണ്ട് വെറുപ്പും അറപ്പോടെ കണ്ടവർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ വന്നിട്ട്. എന്നാലും ഞാൻ അത് കാര്യമാക്കാതെ ഞാനിവിടെ വന്ന് അന്ന് ഉടമ്പടി എടുത്ത് ഞാൻ മേളിലെ കയറി, എന്നെ പിടിച്ച് സ്റ്റെപ്പ് കയറി ഇവർ മേളിൽ എന്നെ ഇരുത്തിയപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, എന്നാലും ഇവർ പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോകുമ്പം 5 മണിയാകും, വൈകുന്നേരം നമുക്ക് ഫുഡ് പിള്ളേർക്ക് കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഇന്ന് പോകാം, നാളത്തേക്ക് വരാമെന്ന്. വീണ്ടും ഞങ്ങൾ വീട്ടിൽ പോയിട്ട് അന്ന് രാത്രി ഒരു ഡോക്ടർ എനിക്ക് കാലിലിടാൻ സോക്സ് തന്നിട്ടുണ്ടായിരുന്നു. രാത്രി നിങ്ങൾ പകലും സോക്സ് യൂസ് ചെയ്യണമെന്ന്. പിറ്റേ ദിവസവും രാത്രി ഞങ്ങൾ വീട്ടിൽ പോയി പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുത്തു. അന്ന് എനിക്ക് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇതേപോലെ ഒരു 11 മണിയായപ്പം 10 മണിയായപ്പോഴൊക്കെ കുളിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഞാൻ ആ സോക്സ് എടുത്ത് ഞാൻ കാലിലിട്ടപ്പോൾ എൻ്റെ ഇടത്തെ കാലിലുള്ള ചെറുവിരലിൽ ആ നഖത്തിൽ പതിയെ ഒന്ന് സോക്സ് കയറി കുടുക്കിയപ്പോൾ തന്നെ
എനിക്ക് ഭയങ്കര ശക്തിക്ക് വേദന എന്ന് പറഞ്ഞാൽ എൻ്റെ കാല് മുറിച്ച് പോകുന്നതുള്ള വേദനയായിരുന്നു. അത് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല. ആൾക്കാർ ഓർക്കും ഈ ചെറിയ വേദനയാണോ എന്ന്. പക്ഷെ അത് ഭയങ്കര ശക്തി. അപ്പോൾ എൻ്റെ കാല് ഞാൻ പൊക്കി പിടിച്ചിട്ട് എൻ്റെ കാല് ഒടിഞ്ഞു എന്ന് ഞാൻ ഭയങ്കരമായിട്ട് നിലവിളിച്ചു കരയുന്നു. അപ്പോൾ ഇവർ പറയുന്നു, ചേച്ചിയെ കാലിൽ ഒന്നുമില്ല, എന്നാൽ ആ സോക്സ് ഊരുന്നു. സോക്സ് ഊരി കഴിഞ്ഞ് ഇവർ എന്നെ പിടിച്ച് പതിയെ കൊണ്ട് കട്ടിലിൽ കിടത്തി. ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പം തന്നെ നിങ്ങൾ എന്നെ എന്നെ പള്ളിയിൽ കൊണ്ട് എന്നെ അവിടെ കൃപാസന അമ്മയുടെ അടുത്ത് നിങ്ങൾ ഇരുത്ത്, എന്നാലേ ഇത് മാറുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് മാറില്ല. അപ്പോൾ പറഞ്ഞ് എന്നാൽ നമുക്ക് നാളെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി കട്ടിലിൽ കിടന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്കിത് തീരാ രോഗമാണോ, ഞാൻ ഇത് എന്നെ ചെയ്യും, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റില്ല, ആൾക്കാരെല്ലാവരും എന്നെ കണ്ടിട്ട് ഇങ്ങനെ പറയുമല്ലോ ഞാൻ എന്നെ ചെയ്യുമെന്ന്. വീണ്ടും ഞാൻ അന്ന് പ്രാർത്ഥിച്ച് ഒരു 5 മിനിറ്റ് പോലും കഴിഞ്ഞില്ല, എൻ്റെ വേദന എവിടെ പോയെന്ന് അറിയത്തില്ല. അതുവരെ ഞാൻ ഈ ഇടത്തെ കാല് പൊക്കി പിടിച്ചു വെച്ചിട്ടാണ് ഞാൻ ഇരുന്ന് കരഞ്ഞത്. എന്നിട്ട് ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഇനി നമുക്ക് ദിവസങ്ങൾ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല, നമുക്ക് നാളെ തന്നെ പോകണം. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പിറ്റേ ദിവസം വരാനും ഞങ്ങൾക്ക് പൈസ ഇല്ലായിരുന്നു. അന്ന് ഞങ്ങൾ വിഷമത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. ഇവരോട് ഞാൻ പറയും, നിങ്ങൾ പേടിക്കണ്ടാടാ, നമുക്ക് അമ്മ ഉണ്ടല്ലോ, നമുക്ക് അമ്മ പൈസ തരും, ഏതെങ്കിലും രീതിക്ക് നമുക്ക് പൈസ തരും, നമുക്ക് നാളെ തന്നെ പോകണം, ഫുഡിൻ്റെ പിള്ളേർക്ക് ഫുഡില്ലെന്ന് വിളിച്ച് പറയണം. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടെ വന്ന് 10 മണിക്കുള്ള ഇതിൽ ഞങ്ങൾ കൂടി ക്ലാസ് കൂടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി. അന്ന് രാത്രി എനിക്ക് മുട്ടുകുത്തി. അപ്പം ഞാൻ ടോയ്ലറ്റിൽ പോയി ഇപ്പം നോക്കിയപ്പോൾ എൻ്റെ ദേഹത്ത് മൊത്തവുമായി, കാലിൽ വന്ന് കയ്യിൽ വന്ന് മുഖത്തിൽ മാത്രം വന്നില്ല, ദേഹത്ത് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം പോലും ബാക്കിയില്ലാതെ എല്ലാ സ്ഥലത്തിലേയും വന്നു കഴിഞ്ഞിട്ട് ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് ഇവിടെ വന്ന് അടുത്തിരുന്നപ്പോൾ ഞാൻ ഇതുങ്ങളോട് പറഞ്ഞു, എൻ്റെ മോനും ഉണ്ടായിരുന്നു, മോനെ എൻ്റെ ദേഹത്തൊക്കെ ആയിട്ടുണ്ട്, കയ്യിൽ കണ്ടോ, ദേഹത്ത് കണ്ടോ, എൻ്റെ ദേഹത്ത് മൊത്തവും ഇതേപോലെ ഞാൻ എന്നെ ചെയ്യുമെന്ന്. വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയുടെ അടുത്ത് വന്നതല്ലേ, എൻ്റെ അമ്മ എനിക്ക് മാറ്റിത്തരും, അമ്മ മാറ്റാത്തത് ഈ ലോകത്ത് ഒന്നും ഇല്ലല്ലോ, നമ്മൾ ആർക്കും ഒന്നും ചെയ്തിട്ടില്ല, ദ്രോഹം ഒന്നും ചെയ്തിട്ടില്ല, അമ്മയായിട്ടും എൻ്റെ കർത്താവും യേശുവും നമുക്ക് തന്നതാണ്, ആ വേദന ഞാൻ സഹിച്ചോളാം, എന്നെ നിങ്ങൾ ഇനി ഒരു ഹോസ്പിറ്റലിലേക്ക് പോലും കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ പോയി ഉടമ്പടി ഉപ്പും തൈലവും ഞാൻ രാത്രിയും പകലും ഇവർ കാണാതെ തന്നെ ദേഹത്ത് മൊത്തമൊക്കെ ഞാൻ തേക്കും. അപ്പോൾ എൻ്റെ മോൻ പറയും, അമ്മ ഇങ്ങനെ വാരി തേക്കല്ലേ, ഇത് 3 മാസത്തേക്കുള്ളതാണ്, തീർന്ന നമുക്ക് കിട്ടത്തില്ല, വാരി തേക്കല്ലേ, അമ്മയ്ക്ക് അതുമല്ല പുകച്ചിലെടുക്കുമെന്ന് പറയും. ഞാൻ പറഞ്ഞു, പുകഞ്ഞാലും സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമൊക്കെ വാരി തേച്ചാലും ഭയങ്കരമായിട്ട് പുകച്ചിൽ. അപ്പോൾ വൈകുന്നേരം സന്ധ്യയ്ക്ക് ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന കൂടാൻ എനിക്ക് മുട്ടുകുത്തി ഇരിക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ മുട്ടുകുത്തും. അപ്പോൾ ഇവർ പറയും, മുട്ടുകുത്തേണ്ട, കസേരയിൽ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് വരെ അങ്ങനെ കസേര ഇരുന്ന് പ്രാർത്ഥിക്കത്തില്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എൻ്റെ കാല് വേദനയ്ക്കും ഇരിക്കട്ടെ, ഞാൻ മുട്ടുകുത്തി തന്നെ പ്രാർത്ഥിക്കുമെന്ന്. ഞാൻ ആ വേദനയോടെ ഇരുന്ന് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിടിച്ച് ഇവർ എന്നെ കസേരയിൽ ഇരുത്തും. അത് ഏറ്റവും വലിയ സാക്ഷ്യമാണ് എനിക്കത് കിട്ടിയത്. 15 ദിവസം എന്ന് പറയുന്ന ഈ 1.5 മാസം കൊണ്ട് ജാനുവരി ഫെബ്രുവരി 18-ാം തീയതി എനിക്ക് ഈ തുടങ്ങിയ അസുഖമാണ്. ഈ അസുഖം മാർച്ച് മാസം ആയപ്പോൾ തന്നെ എൻ്റെ കയ്യിലുള്ളത് കാലിലുള്ളത് ഉടമ്പടി എടുത്ത് ഒരു 10-15 ദിവസം കഴിയും മുമ്പേ മാറി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ചപ്പാത്തി കൊണ്ടുവരുന്ന ആ ചേട്ടനൊക്കെ പറഞ്ഞു, അയ്യോ കാലിലെയും കയ്യിലുള്ളതൊക്കെ മാറിയല്ലോ, കയ്യിലുള്ളത് പെട്ടെന്ന് പോയല്ലോ ജെസ്സി. ഞാൻ പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോയി ഉടമ്പടി എടുത്തു, അങ്ങനെയാണ് എനിക്ക് കംപ്ലീറ്റ് ഇപ്പോൾ മാറിയത് ചേട്ടാ, ഇപ്പോൾ കാലിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് ഭയങ്കര സാക്ഷ്യമാണെന്ന് പറഞ്ഞാൽ ഭയങ്കര, അത് പറയാൻ പറ്റാത്തതാണ്. കാലും കൈയൊക്കെ കണ്ട ആൾക്കാർ അറച്ചു പോകും, അതേപോലുള്ള ഇതായിരുന്നു എൻ്റെ കാലിൽ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 4 വർഷം കൊണ്ട് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു, ഒരു വീട്ടിൽ ഇടപ്പള്ളിയിലെ പോണേക്കരയിൽ. അപ്പോൾ ആ പുള്ളി പറഞ്ഞു, ഏപ്രിലിൽ ഞങ്ങൾ ഇനി താമസിക്കുന്നില്ല, ഞങ്ങൾ മാറ്റുവാന്ന് പറഞ്ഞു. മാറ്റിയാൽ ഞങ്ങൾക്ക് പോകാൻ സ്ഥലമില്ല, എനിക്ക് സ്വന്തമായിട്ട് വീടോ സ്ഥലങ്ങളോ ഒന്നുമില്ല, ഞാൻ പണ്ടിനാലെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ മാതാവിനോട് ഇവിടെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ ഞങ്ങൾ എങ്ങ് പോകും, പുതുക്കുന്നില്ല എന്ന് പറഞ്ഞ് അമ്മ ഇടപെട്ട് എനിക്ക് ആ വീട് പുതുക്കി തരണേന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഏപ്രിൽ 10-ാം തീയതി ആകുമ്പോൾ അവർ വിളിച്ച് പറയുന്നു, വീട് ഞങ്ങൾ പുതുക്കുന്നുണ്ട്, പേപ്പറൊക്കെ റെഡിയാക്കാൻ പറഞ്ഞു. അപ്പോൾ 32,000 രൂപ വാടക കൊടുത്തിട്ടാണ് ഞങ്ങളത് പുതുക്കുന്നത്. അപ്പോൾ വീണ്ടും അതിലെനിക്ക് 2 അനുഗ്രഹം വീണ്ടും എനിക്ക് തന്നു. വീണ്ടും അനുഗ്രഹം തന്ന് ഞങ്ങൾ ചെറിയ ചെറിയ ബിസിനസ് നടത്തി ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ കടബാധ്യത
ഈ കഴിഞ്ഞ ഡിസംബർ വരെ ഞങ്ങൾക്ക് ഒരു കടങ്ങളും ഇല്ലാതെ ചെറിയ ചെറിയ കടങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഈ ഡിസംബറിലെ നല്ല രീതിക്ക് ഞങ്ങൾ നടത്തിക്കൊണ്ട് പോയ ഞങ്ങൾ പെട്ടെന്ന് ജാനുവരി ആയപ്പോഴാണ് ഞങ്ങൾക്ക് ഭയങ്കര കടബാധ്യതയും പ്രശ്നങ്ങളും. എനിക്ക് കാലുപാടില്ലാതെ വന്നു. ഞങ്ങൾ ഹോം നേഴ്സൊക്കെ നിർത്തി. ഫുഡിൻ്റെ പിള്ളേരൊന്നും ഇല്ലാതായി. ഒരു മാസം 10-12 ലക്ഷം രൂപ വരുമാനം വന്നുകൊണ്ടിരുന്ന ഞങ്ങൾ ആ ജനുവരി വന്നപ്പോൾ 2025 ഭയങ്കരമായിട്ട് ഞങ്ങൾ തകർന്നു പോയി. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കാലും പെട്ടെന്ന് വന്നു. അത് എൻ്റെ വിശ്വാസം, എൻ്റെ അമ്മ മാതാവ് എന്നെ ഇവരെ കൊണ്ട് ഇവിടെ എത്തിക്കാനുള്ള അനുഗ്രഹം എനിക്ക് തന്നതാണ്. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ അതിനു മുമ്പേ ഡിസംബറിലേക്കും എല്ലാം ഞാൻ എപ്പോഴും പറയും നമുക്ക് ഒരു ദിവസം പോകണമെന്ന്. ഇവർ കൊണ്ടുവരത്തില്ല എന്ന് വാശി പിടിക്കുമായിരുന്നു. ഇപ്പം ഇവരും ഉടമ്പടിയിലാണ്. ഇപ്പം വീണ്ടും 10-ാം തീയതി വന്നപ്പോൾ അപ്പോൾ 2 സാക്ഷ്യം അത് എനിക്ക് നിറവേറ്റി തന്നു, എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോയും. ഇപ്പോൾ വീണ്ടും 10-ാം തീയതി ആയപ്പോൾ 75,000 രൂപ ഞങ്ങൾ വാടക കൊടുക്കാനും, അപ്പോൾ 46,000 രൂപ വെള്ളത്തിൻ്റെ പൈസയും കൊടുക്കാനുണ്ട്. അപ്പോൾ പുള്ളി തീർത്തും വിളിച്ച് പറഞ്ഞു, ഇനി നിങ്ങൾ താമസിക്കുന്നില്ല, നിങ്ങൾ 10-ാം തീയതി മാറണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെ ഉച്ചയ്ക്കും രാത്രിയും പകലും എല്ലാം ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കും. കറക്റ്റ് 2:30 അമ്മ പ്രത്യക്ഷപ്പെട്ട സമയമാണ് 2:30 മണി. ഈ 2:30 മണിക്ക് എനിക്ക് കാലുപാടില്ലെങ്കിലും ഞാൻ മുട്ടുകുത്തി 1/4-3/4 മണിക്കൂർ ഞങ്ങളിരുന്ന് പ്രാർത്ഥനയും ബൈബിള് വായിക്കലും വിശ്വാസ പ്രമാണം ചൊല്ലും, പ്രത്യക്ഷ പ്രാർത്ഥന എല്ലാം ചൊല്ലി ഞങ്ങൾ 2 പേരും എൻ്റെ മകനുമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കും. മകനില്ലാത്ത സമയം ഞങ്ങളത് കറക്റ്റായിട്ട് ഞങ്ങൾ ആ 2:30ക്ക് ഞാൻ പ്രാർത്ഥിക്കും. അമ്മേ ഞങ്ങൾ ഇതുവരെയും കാത്തുരക്ഷിച്ചു. ഇനി 10-ാം തീയതി ഞങ്ങൾ എവിടെ പോകാൻ സ്ഥലമില്ല. വേറെ വീടെടുക്കാനുള്ള എനിക്ക് ഒരു വഴിയും ദൈവം എനിക്ക് കാണിച്ചു തന്നിട്ടില്ല. വീടെടുക്കാനുള്ള വേറെ വീട് നോക്കുമ്പം 50,000-60,000 ടോക്കൺ അഡ്വാൻസ് കൊടുക്കണം, 20,000-35,000 രൂപ വാടക കൊടുക്കണം. എനിക്കത് പറ്റില്ല. ഞങ്ങളൊരു മേളിലെ ഹോസ്റ്റൽ നടത്തുന്നവരാണ്. അപ്പോൾ ഈ പിള്ളേരെയൊക്കെ നമുക്ക് പറഞ്ഞു വിടാൻ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ മേളിലേക്ക് ഞാൻ ഉപ്പ് കൊണ്ട് വിതറും, താഴേക്ക് ഞങ്ങൾ ഉപ്പിട്ടൊക്കെ പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും കരഞ്ഞു തന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ഒരു വീട് കിട്ടി 50,000. പക്ഷേ ആ 50,000 രൂപയ്ക്കും ടോക്കൺ 1,500 രൂപ ഞങ്ങൾ കൊടുത്തപ്പോൾ തന്നെ ഞാൻ വീണ്ടും അമ്മയോട് പറഞ്ഞു, എനിക്ക് വേറെ വീട് വേണ്ട, എനിക്ക് ഈ വീട്ടിൽ തന്നെ താമസിക്കണം. ഈ വീട്ടിൽ താമസിച്ചാലേ എനിക്ക് പള്ളിയിൽ പോകാനൊക്കെ എനിക്ക് അടുത്ത് നടന്ന് പോകാൻ പറ്റുള്ളൂ. ദൂരേക്കൊന്നും പോകാൻ പറ്റില്ല. എനിക്ക് ഇവിടെ വരണമെങ്കിലും എനിക്ക് അടുത്ത് ഈ വീട് തന്നെ വേണം. എനിക്ക് വേറെ വീട്ടിൽ പോയി താമസിക്കാൻ ഇനി എനിക്ക് ഒട്ടും പറ്റത്തില്ല. ഞങ്ങൾക്ക് പ്രാർത്ഥനയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഈശോനെയും മാതാവിനെയും വീട്ടിൽ ഞങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞങ്ങൾ 2 പേരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതേപോലെ വേറെ എവിടെ കൊണ്ടുപോയാലും എനിക്ക് അമ്മേനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഞാൻ എന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച്, മാതാവിൻ്റെ രൂപം അവിടെ വീട്ടിലുണ്ട്, കെട്ടിപ്പിടിച്ച് ഞാൻ കരയും. എനിക്ക് പ്രാർത്ഥിക്കണ്ടേ, എന്നെ വേറെ വീട്ടിൽ നിങ്ങൾ അമ്മ കൊണ്ടുപോകല്ലേ, എനിക്ക് ഈ വീട് മതിയെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. ഉച്ചയ്ക്കൊക്കെ നിലവിളിച്ച് കരഞ്ഞ് ഒച്ചത്തിൽ പ്രാർത്ഥിച്ച് ആ വീടിനുള്ള അവർ പറഞ്ഞു 50,000-65,000 ഒന്നിച്ച് തന്നാലേ ആ വീട് തരുവുള്ളൂ എന്ന്. അപ്പോൾ ആ വീട് ക്യാൻസലായി വന്നപ്പം വെള്ളിയാഴ്ചയ്ക്കെന്ന് 10-ാം തീയതി അല്ല 8-ാം തീയതി വെള്ളിയാഴ്ചയ്ക്കെന്ന് അലമാരി ഞങ്ങൾ സാധനങ്ങളെല്ലാം പിറക്കി ഓരോന്നോരോന്നാ ഒതുക്കി പിറക്കി വെച്ച് കെട്ടി വെക്കുക മാറാൻ വേണ്ടിയിട്ട്. 10-ാം തീയതി ആൾ വരുമല്ലോ മാറിക്കൊടുക്കണ്ടേന്ന്. അലമാരിയിൽ നിന്ന് എല്ലാം ഒതുക്കി ടിവിയും സാധനങ്ങളെല്ലാം ഈ പയ്യനെല്ലാം അടുക്കി പിറക്കി എല്ലാം എടുത്തു വെച്ചു. 75,000 കൊടുത്താൽ നമുക്ക് നിൽക്കാം. 75,000 എങ്ങനെ കൊടുക്കും? 75 പൈസ ഇല്ല ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ആ ബ്രോക്കർ ചേട്ടൻ വന്ന് പറഞ്ഞു, ജെസ്സി നിങ്ങൾ ഈ വാരിക്കെട്ടിയുണ്ട് എല്ലാം എങ്ങോട്ട് പോകും? ഞാൻ പറഞ്ഞു അറിയില്ല ചേട്ടാ, എവിടെയാണെന്ന് ഒന്നും എനിക്കറിയില്ല. പിന്നെ എന്നെ കൈവിടത്തില്ല എൻ്റെ മാതാവ്. ഞാൻ അതേപോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ആളാണ്. എന്നെ കൈവിടല്ല, എനിക്ക് ഈ വീട് തന്നെ കിട്ടും. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഞാൻ മനസ്സിൽ ഓർത്ത് എല്ലാവരോടും ഇച്ചിരി പൈസ ചോദിച്ചു നോക്കാം, നമ്മൾ കാറ്ററിംഗ് നടത്തുന്നവരാണല്ലോ, നമുക്ക് പൈസ തിരിച്ച് മറിച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ മോളെ ഞാൻ വിളിച്ച് ചോദിച്ച്, അവൾ 35,000 രൂപ തന്ന്. വേറെ ഫുഡിൻ്റെ അമ്മച്ചിമാരെയൊക്കെ വിളിച്ച് ചോദിച്ച് എല്ലാവരും കൂടി എനിക്ക് 75,000 രൂപ തന്നു. പക്ഷെ അത് തന്നെ എവിടെ നിന്ന് കിട്ടിയെന്ന് തന്നെ എനിക്കറിയത്തില്ല. എൻ്റെ അമ്മ മാതാവ് ഇടപെട്ട് എൻ്റെ കർത്താവും എൻ്റെ ഈശോയും എനിക്ക് ഇടപെട്ട് അത് എനിക്ക് മേടിച്ച് തന്നതാണ്. ആ 75,000 രൂപയും ഞങ്ങൾ ഓണർക്ക് ഇട്ടുകൊടുത്ത് പിറ്റേ ദിവസം തന്നെ പറഞ്ഞ് അവർ കണ്ടിന്യൂ ചെയ്യട്ടെ, ഇനി കുഴപ്പമില്ല, ഇതേപോലെ തന്നെ അവർ പോയാൽ മതിയെന്ന്. അതിന് തന്നെ 100 നന്ദി പറഞ്ഞാലും 1000 നന്ദി പറഞ്ഞാലും തീരില്ല. അത് 3ാമത്തെ സാക്ഷ്യമാണ്.
പിന്നെ ഞാൻ എൻ്റെ പിറന്നാളായിരുന്നു 2 മാസത്തേക്ക് മുമ്പ്. ഞങ്ങളുടെ കയ്യിൽ ഈ 1 രൂപ പോലും ഇല്ല. അപ്പം ഞങ്ങൾ മോളുടെ അടുത്ത് വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, എൻ്റെ പിറന്നാളല്ലേ നാളെ, എനിക്കൊരു 1000 രൂപ പോലും ഇല്ല, ഒരു കേക്ക് മേടിക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എന്നെ ചെയ്യുമെന്നൊക്കെ ഓർത്തു. ആ രാത്രി ഒന്നുമില്ല. പിറ്റേ ദിവസമാണ് എൻ്റെ പിറന്നാൾ. 3 മണിയാകുമ്പം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 1000 രൂപ വന്നു. എവിടെ നിന്ന് വന്നു, ഏത് വന്നു എന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് 1000 രൂപ അമ്മ മാതാവ് എനിക്ക് തന്നതാണ്. ഞാൻ അടുത്ത് പോയി നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതല്ലേ, എനിക്ക് കേക്ക് മേടിക്കാൻ പോലും എനിക്ക് പൈസ ഇല്ല, ഒരു 1000 രൂപ കേക്ക് മേടിക്കാൻ തരണേന്ന്. അപ്പോൾ ഈ 1000 രൂപ എവിടെ നിന്ന് എനിക്ക് കിട്ടിയെന്നറിയില്ല, തന്നു. അപ്പം ഞങ്ങൾ എല്ലാ ആഴ്ചയും കാരുണ്യ പ്രവൃത്തി ഞങ്ങൾ ചെയ്യാൻ പോവും. കാല് പാടില്ലെങ്കിലും ഞങ്ങളെ പിടിച്ച് ഇവർ എന്നെ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകും. ഉടമ്പടി ഉപ്പും തൈലവും എല്ലാം ഞങ്ങൾ വീട്ടിലേയും വിതറും. കാരുണ്യ പ്രവൃത്തി പത്രം ഒരു മാസത്തിൽ ഞങ്ങൾ 2-3 പ്രാവശ്യം ഞങ്ങളിവിടെ വരും. കാലുപാടിലാണെങ്കിലും വന്ന് ഇവരെന്നെ കൂട്ടിക്കൊണ്ട് വന്ന് പത്രവും മേടിച്ച് ഞങ്ങൾ എല്ലാ ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി ഞങ്ങൾ കൊടുക്കും. ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങൾ ഫുഡ് കൊടുക്കും, ചോറ് കൊടുക്കും. പിന്നെ ഞങ്ങളുടെ അടുത്ത് ഒരു പാവപ്പെട്ട ഓട്ടോ ചേട്ടനുണ്ട്. ഓട്ടോ ചേട്ടന് ഞങ്ങളുടെ ഉള്ളതിലെ വീതം പുള്ളിക്ക് എല്ലാ ദിവസമാണെങ്കിലും ആഴ്ചയ്ക്കാണെങ്കിലും ഞങ്ങളുടെ കഴിഞ്ഞുള്ളത് കൊടുക്കും. അനാഥാലയ കുട്ടികൾക്ക് സ്നാക്സൊക്കെ മേടിച്ച് കൊടുക്കും. പിന്നെ അവിടെ പോയിട്ട് പിള്ളേരെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ച് പിള്ളേർ പറയുന്ന സാധനങ്ങളൊക്കെ, ചില കുട്ടികളൊക്കെ പറയും വാച്ച് വേണം, വളയൊക്കെ വേണം എന്നൊക്കെ, അതെല്ലാം ഞങ്ങൾ മേടിച്ച് ഭംഗിയായിട്ട് ഞങ്ങൾ കൊണ്ടു കൊടുക്കും. ഇതുവരെയും ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനും ഞങ്ങൾ ഈശോയോടും എൻ്റെ അമ്മ മാതാവിനോടും ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഇനി വേറെ ഒന്ന് പറയാനുള്ളത്, ഞാൻ അമ്മയോട് എന്നും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എത്ര പാടില്ലെങ്കിലും ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. അതിനുള്ള എനിക്ക് അനുഗ്രഹം എനിക്ക് തരണം. പിന്നെ വീട്ടിലെ ഫുഡ് ഉണ്ടാക്കാനുള്ള അനുഗ്രഹവും കൂടി എനിക്ക് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കിപ്പോൾ എൻ്റെ കയ്യിലേയും കാലിലേയും ഞങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു. എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അതിൽ കാണാൻ പറ്റില്ല. അതേപോലെ ഉണ്ട്. ഇത് വലിയ വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഇനി ഞാൻ ജീവിതകാലം മുഴുവനും എൻ്റെ അമ്മയോടും എൻ്റെ ഈശോയോടും കൂടെ തന്നെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ എനിക്ക് ജീവിക്കണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40, 29, 30. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റി വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിച്ച് അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ജെസ്സി ഇടപ്പള്ളിയുടെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഒന്നിനെ കൊണ്ടുപോകൂ കൃപാസനത്തിലേക്കെന്നാണ് പറഞ്ഞത്. കൃപാസനത്തിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകുന്ന മോനോടും സഹോദരനോടും കൂടി പറയുകയാണ്, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കൃപാസനത്തിൽ വരണം. എന്താണ് ഉടമ്പടി ജീവിതം എന്ന് എനിക്കറിയണം. 2 പേരുടെ സഹായത്താലാണ് ഈ കൃപാസനത്തിൽ ആദ്യം ഒന്ന് വന്നു, വീണ്ടും വേദന കൊണ്ട് തിരിച്ചു പോയി, പിന്നീട് വീണ്ടും വന്ന് ഉടമ്പടിയെടുത്ത് ഉടമ്പടി ജീവിതത്തിൽ നീങ്ങിയാണ്. അവരുടെ കാലും കയ്യും എല്ലാം കണ്ടാൽ അറപ്പായിരിക്കും, മുഖം മാത്രമേ തെളിഞ്ഞു കാണുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ അമ്മയോട് വന്ന് കരഞ്ഞു പറയുകയാണ്, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, എൻ്റെ അമ്മ മാറ്റിത്തരൂ എനിക്ക് ഈ അസുഖങ്ങളെന്നല്ല വിശ്വാസത്തോടു കൂടി പറയുകയാണ്. അതിനാൽ അവരുടെ മക്കൾ വരെ ഈ നിൽക്കുന്ന സഹോദരനും ഉടമ്പടി ജീവിതത്തിലേക്ക് നീങ്ങി. ഈ അമ്മ മിറുക്കളാണെന്നവിടെയെല്ലാം അവരുടെ അസുഖങ്ങൾ മാറിയതിൽ അവർക്കെല്ലാം വലിയ വിശ്വാസം വന്ന് ഉടമ്പടി ജീവിതത്തിലേക്ക് നീങ്ങിയപ്പോൾ ആദ്യം 1 കെട്ട് പത്രമായിരുന്നു കൊടുത്തിരുന്നത്. പിന്നീട് എല്ലാ മാസവും വന്ന് ഹോസ്പിറ്റലുകളിലെല്ലാം കയറി ഇറങ്ങി, കാലുകൊണ്ട് പാടില്ലെങ്കിലും എൻ്റെ അമ്മ എന്നെ സുഖപ്പെടുത്തി, എൻ്റെ അമ്മ എന്നെ കൈവിടില്ല, എൻ്റെ അമ്മ എന്നെ കൊണ്ട് നടക്കും. ആ മഹത്വം ഹോസ്പിറ്റലുകളിലെല്ലാം നടന്ന് കൃപാസനം പത്രം കൊടുക്കുകയാണ്. അവർക്കത്രയും വിശ്വാസം വളർന്നു ഉടമ്പടി ജീവിതത്തിൽ. ഉടമ്പടിയിൽ വിശ്വാസവും വിശ്വസ്തതയും സമർപ്പണവും സത്യസന്ധതയിൽ നിഷ്കളങ്കതയും യൂട്യൂബിൽ ആരാധനയിൽ ഡെയിലി ബ്രെഡുള്ള പ്രാർത്ഥനയിൽ പങ്കെടുത്തത് ഷെയർ ചെയ്യുകയും
ഇതെല്ലാം ദൈവനാമത്തിൽ ചെയ്തപ്പോൾ ഒരു ചെറിയ കാര്യം പോലും ദൈവം മറന്നു കളഞ്ഞില്ല ഇവർ ചെയ്തത്. അവരെ മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷിയാക്കി മാറ്റി. പരിശുദ്ധ അമ്മയുടെ മുൻപിൽ വന്ന് സാക്ഷ്യം പറയുവാൻ പരിശുദ്ധ അമ്മ ഇടയാക്കി. വിശ്വാസത്തോടുകൂടി ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയാൽ പരിശുദ്ധ അമ്മ കൈവിടില്ല ആരെയും. അത് നമ്മൾക്ക് ഇവരിൽ നിന്ന് മനസ്സിലായി. ഉടമ്പടി ജീവിതം ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നിങ്ങൾ നിൽക്കുക. പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസവും വന്നാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത്. അറിയാത്തവരെ ആഴപ്പെടുത്തുകയാണ്. അങ്ങനെ യൂട്യൂബിൽ ആരാധന, അവർ പറയുന്നത് മുട്ടുമേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. അവരിരുന്നില്ല, കാലുകൊണ്ട് വയ്യെന്നും പറഞ്ഞിരിക്കുന്നില്ല. വിശ്വാസമുള്ളവരെ, ഉടമ്പടി പ്രാർത്ഥന ഭക്തിപൂർവ്വം നിങ്ങൾ പങ്കെടുക്കുക. മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയുടെ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കുക. ഉടമ്പടി ജീവിതത്തിൽ അമ്മ നിങ്ങളെ സഹായിക്കും. ഒരിക്കലും സംശയിക്കേണ്ട. ഒരു ചെറിയ കാര്യം പോലും ദൈവനാമത്തിൽ ചെയ്താൽ ദൈവം അതിനെ നിത്യജീവനിലേക്ക് മാറ്റിത്തരും. അതിനെ മറുപടി ഉടനെ ദൈവം തരും, പരിശുദ്ധ അമ്മ വഴി. ഇത്രയും വലിയ കൃപ ഇവർക്ക് പരിശുദ്ധ അമ്മ കൊടുത്തതിനെ നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.